കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പാരൻസിൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അൻസാർ എങ്ങനെയായിരിക്കും ഒരു ആൻസർ പറയാ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കുട്ടികളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ. രണ്ടാമത്തെ, അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം. ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു +2 ക്ലാസ് വരെ അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതെ, ആ ടൈമിൽ എന്താ വെച്ചാൽ പാരൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഡിസിഷനിൽ എത്താൻ പറ്റുള്ളൂ. കാരണം ആ കാലത്ത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ആ കുട്ടിയുടെ ചെറിയ മനസ്സുകൊണ്ട് ആ തീരുമാനം ചിലപ്പോൾ തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ആ സമയത്ത് റോങ് ഡയറക്ഷനിലേക്ക് ആ സമയത്ത് നമ്മൾ എന്ത് തന്നെ ആയാലും രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം. രക്ഷിതാക്കളുടെ പ്രായവും പക്വതയും ഉപയോഗിച്ചുകൊണ്ട് വേണം ആ സമയത്ത് മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. അതുപോലെ തന്നെ അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ സമയത്ത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ആ കുട്ടി +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നുള്ള വലിയൊരു സംശയമായിരിക്കും ഉണ്ടാവുക. പഠിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികളാണ് മിക്കവാറും സയൻസ് വേണ്ട എന്നാണ് പറയും. അപ്പോൾ ആ സമയത്ത് സയൻസ് പഠിച്ചാൽ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സിനും പോകാം. അത് ഗവൺമെന്റ് പറഞ്ഞ സംഭവമാണ്. കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും പോണ എല്ലാ കോഴ്സിനും സയൻസിലെ കുട്ടികൾക്കും പോകാം. അപ്പോൾ ഒരു കുട്ടിയുടെ മുന്നിൽ ഒരു വാതിൽ പോലും അടയണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുട്ടിയുടെ കപ്പാസിറ്റി എന്നതിനൊപ്പം തന്നെ നമ്മൾ ആ സയൻസ് സെലക്ട് ചെയ്യാന്നുള്ള തീരുമാനം കൂടി വരണം. അപ്പോൾ അത് കുട്ടികൾക്ക് ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്റെ ഉമ്മാനെ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്ന സയൻസിന് കൊണ്ട് ചേർത്തിയ സമയത്ത് ഞാൻ ഉമ്മായിട്ട് ഭയങ്കര കച്ചറായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇന്നവിടെ കൊണ്ട് ചേർത്തത്, ഭയങ്കര ടഫാണ്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണ ആ ഒരു സയൻസ് സബ്ജക്ട് അറിഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഉമ്മാന്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയാൻ പറ്റും. കാരണം ആ സമയത്ത് സയൻസ് പഠിച്ചാലേ കഴിയുള്ളൂ. എൻ്റെ ഉമ്മ 8ാം ക്ലാസ് പഠിച്ച ഒരാളാണ്. പക്ഷെ ആ ഒരു അറിവ് ഉമ്മാക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അന്ന് എനിക്കത് നന്നായി തോന്നിയില്ലെങ്കിൽ ഇന്നത് എനിക്ക് വളരെ നന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. ഇനി +2 കഴിഞ്ഞിട്ട് റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനിൽ ആ കുട്ടി ഏകദേശം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സമയമാണ്. അവൻ മനസ്സിലായ കുറെ കാര്യങ്ങൾ. അപ്പം നമ്മൾ കുറച്ച് പിറകോട്ട് മാറി നിന്നിട്ട് അവരുടെ തീരുമാനങ്ങൾ നമ്മൾ കേൾക്കാനും അതിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും നമുക്ക് സാധിക്കാണ് വേണ്ടത്. അപ്പൊ അതിലിടിച്ചു കയറിയിട്ട് ഇതന്നെ ആയാൽ മതി എന്നൊന്നും ഒരിക്കലും മക്കളോട് പറയാതെ, ആ സമയത്ത് ഒരിക്കലും പാരന്റ്സിന്റെ ഒരു പ്രഷർ കുട്ടികളുടെ മേൽ ചെലുത്താതെ നീ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്ന് പറയരുത്. അവന്റെ അഭിരുചി നോക്കണം. അതെ, അവന്റെ കഴിവനുസരിച്ച് നോക്കിയിട്ട് അവന് ഇഷ്ടപ്പെട്ട സംവിധാനം ഏതാണോ ആ സംവിധാനത്തിൽ ഏറ്റവും ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ കുട്ടി എന്ന് പറയാനും പാടില്ല, ഒരു വ്യക്തിയെ പഠിപ്പിക്കാനാണ് വേണ്ടത്. ആ 2 കാറ്റഗറൈസേഷൻ നമ്മൾ നടത്തണം. ഇതിൽ കൂടുതൽ രക്ഷിതാക്കൾക്ക് തെറ്റിപ്പോണ എവിടെയെന്ന് അറിയോ? ചെറിയ ക്ലാസ്സിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നും കൊടുക്കും. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പ്രഷറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിലേക്ക് കൊണ്ടുവിടുകയും ചെയ്യും. കാരണം തീരുമാനങ്ങളുടെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അത് നല്ലോണം ശ്രദ്ധിച്ചാൽ. അപ്പൊ അൻസാറിന്റെ ഒപ്പീനിയൻ പറയാം. അൻസാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കുറെ കുട്ടികളുടെ മനസ്സും അവരുടെ പാരൻസിനെയൊക്കെ കയ്യിലിട്ട് അമ്മാടെ മാടിയ രൂപത്തിലാണെന്ന് പറയണമെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ സഞ്ചരിക്കേണ്ട സമയമുണ്ട്, കുട്ടികളുടെ ചിന്താഗതിയുടെ കൂടെ സഞ്ചരിക്കേണ്ട സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്താഗതിയുടെ ഒരു നടക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും അവരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ +2 വരെയൊക്കെ ഞാൻ മക്കളോട് പറയും, നല്ലോണം പഠിക്കണം മക്കളെ, നല്ല മാർക്കാക്കണം എന്ന് പറയും. +2 കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു സെക്ഷൻ ഏതാ സെലക്ട് ചെയ്യണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഒന്നുമില്ല, ഏത് സെക്ഷനിലായാലും അതിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ അവർ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് സാധ്യതകൾ ഉണ്ടാവും.